ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാരിന്റെ വക ചരിത്രപരമായ ഓണ സമ്മാനമാണ് മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. ഇനി മുതൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാത്രമായിരിക്കും. കേരള എന്നതിന് പകരം മാതൃഭാഷയുടെ തനിമ നിലനിർത്തി കേരളം എന്നാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക വിജ്ഞാപനമാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇറങ്ങിയത്. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. മലയാളികൾ ഒന്നടക്കം മാവേലി മന്നിനെ വരവേൽക്കുന്ന തിരുവോണത്തിന് തൊട്ടുമുന്നേ തന്നെ ഈ ചരിത്ര പ്രഖ്യാപനം ഔദ്യോഗികമായി നടപ്പിലാക്കി എന്നത് വാർത്തയ്ക്ക് കൂടുതൽ സവിശേഷത നൽകുകയാണ്. സംസ്ഥാനത്തിന്റെ പേര് മാറ്റാനുള്ള ചരിത്രപരമായ ബിൽ ഈ മാസം ഓഗസ്റ്റ് 14 തന്നെ നിയമമായിരുന്നു. എന്നാൽ നിയമം എന്ന് മുതൽ പ്രാബല്യത്തിൽ വരണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിരുന്നില്ല. ഇന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനത്തോടെ പേരുമാറ്റം സംബന്ധിച്ച എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർണ്ണമായിരിക്കണം. കേന്ദ്ര സംസ്ഥാന നിയമ പുസ്തകങ്ങളിൽ കേരള എന്ന് രേഖപ്പെടുത്തിയ ഇടങ്ങളിലെല്ലാം അത് കേരളം എന്ന് തിരുത്തി ഭേദഗതി വരുത്തും. എല്ലാ സർക്കാർ വിജ്ഞാപനങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലുള്ള ഔദ്യോഗിക രേഖകളിലും ഇനി കേരളം എന്ന പേരായിരിക്കും പ്രതിഫലിക്കുക. ഇനി വരാൻ പോകുന്ന സുപ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര വിജ്ഞാപനം വന്നതോടെ ഈ പട്ടികയിൽ കേരള എന്ന് കിടക്കുന്ന ഭാഗം തിരുത്തി കേരളം എന്ന് രേഖപ്പെടുത്തും. ഇതോടെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നായി മാറും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നൂറുകണക്കിന് നിയമ പുസ്തകങ്ങളിലും ചട്ടങ്ങളിലും കേരള എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര വിജ്ഞാപന പ്രകാരം വരും ദിവസങ്ങളിൽ ഈ നിയമങ്ങളിലെല്ലാം ആവശ്യമായ ഭേദഗതികൾ വരുത്തും. പേരുമാറ്റം കൃത്യമായി പ്രതിഫലിക്കുന്ന തരത്തിൽ നിയമങ്ങൾ തിരുത്താൻ 1 വർഷത്തെ കാലാവധിയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാണ് മാറിയതുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ നിലവിലുള്ള രേഖകൾ പെട്ടെന്ന് മാറ്റേണ്ടതുണ്ടോ എന്നൊരു ആശങ്ക സ്വാഭാവികമായി മലയാളികൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ കൈവശമുള്ള ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിലെല്ലാം കേരള എന്നാണ് ഉള്ളതെങ്കിലും അവയ്ക്ക് യാതൊരു നിയമ തടസ്സവും ഉണ്ടാകില്ല. അവ തുടർന്നും പൂർണ്ണമായും സാധുവായിരിക്കും. ഇനി മുതൽ പുതിയതായി അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ പുതുക്കുന്ന പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ ഔദ്യോഗിക ഐഡന്റിറ്റി രേഖകളിൽ വിലാസം രേഖപ്പെടുത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ പേര് ഇംഗ്ലീഷിലും കേരളം എന്ന് തന്നെയായിരിക്കും വരിക. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി, പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അവരുടെ ഡിജിറ്റൽ ഡേറ്റാബേസിൽ കേരള എന്നത് മാറ്റി കേരളം എന്ന് സ്വയം അപ്ഡേറ്റ് ചെയ്യും. മുൻ വർഷങ്ങളിൽ പാസ്സായ വിദ്യാർത്ഥികളുടെ SSLC, +2 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് കേരള എന്ന് രേഖപ്പെടുത്തുന്നത് മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം പുതിയ നിയമം മുൻകാല പ്രാബല്യത്തോടെ ഉള്ളതല്ല. വരും വർഷങ്ങളിൽ കേന്ദ്ര വിജ്ഞാപനത്തിന് ശേഷം പുറത്തിറങ്ങുന്ന പുതിയ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളിലും മാർക്ക് ലിസ്റ്റുകളിലും ബോർഡുകളുടെയും സർവകലാശാലകളുടെയും പേരിനൊപ്പം ഗവൺമെന്റ് ഓഫ് കേരളം എന്ന് ഔദ്യോഗികമായി അച്ചടിച്ചു വരും.